CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. ശൈലി തിരുത്തണം, മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചും വിമർശിച്ചും കമ്മിറ്റി അംഗങ്ങൾ. മനീഷ് ആയിഷ മാത്യു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിവിധ ജില്ലകളിൽ നിന്ന് നമുക്കറിയാം വിമർശനം ഉയരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ വിമർശനം ഉയർന്നത്. ശൈലി തിരുത്തണം എന്നുള്ളതൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ മന്ത്രിമാർക്കും രൂക്ഷ വിമർശനമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയിൽ വന്നത്? പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ആലപ്പുഴയിലെ ജില്ലാ നേതൃയോഗം അവസാനിക്കുമ്പോൾ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്നുള്ള മറ്റ് ജില്ലകളിലുണ്ടായ അതേ വിമർശനം ആലപ്പുഴയിലും ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, മന്ത്രിമാർക്കെതിരെയും രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായി. പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്ന് അകലാനുള്ള പ്രധാന കാരണങ്ങൾ ഈ പല വകുപ്പുകളിലും വന്ന വീഴ്ചകളാണ് എന്നുള്ളതാണ് ഈ നേതൃയോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ധനമന്ത്രിക്കും എതിരെയാണ് കൂടുതൽ വിമർശനം ഉണ്ടായത്. പെൻഷൻ കൃത്യമായി നൽകാനായില്ല. ഈ പെൻഷൻ നൽകാത്തതിന്റെ കാര്യം കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കാനാവാത്തത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമായി. മാത്രമല്ല, മറ്റൊരു സുപ്രധാന കാര്യം, വെള്ളാപ്പള്ളി നടേശനെ ചൊല്ലി രണ്ട് തട്ടിലേക്ക് ആളുകൾ മാറുന്ന ഒരു കാഴ്ചയും ഈ ജില്ലാ സമ്മേളനത്തിലുണ്ടായി. പ്രത്യേകിച്ച് H. സലാമും P. ചിത്രരഞ്ജനും അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കപ്പോൾ മറ്റൊരു വിഭാഗം വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ നമുക്കറിയാം, പാർട്ടി സെക്രട്ടറി അടക്കം വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെ ഒരു വിഭാഗം തള്ളുമ്പോൾ മറ്റൊരു വിഭാഗം വെള്ളാപ്പള്ളി നടേശൻ BJP-യിലേക്ക് വോട്ട് മറിക്കുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർഗീയപരമായ പരാമർശങ്ങൾ BJP-യിലേക്ക് വോട്ട് എഴുതുന്നതിന് കാരണമായെന്ന് വിലയിരുത്തുമ്പോൾ മറ്റൊരു വശത്ത് വെള്ളാപ്പള്ളി എല്ലാ തരത്തിലും പാർട്ടി എല്ലാ കാലത്തും ആലപ്പുഴയിൽ സഹായിച്ചിട്ടുള്ള ആളാണെന്നും വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം തുറന്ന വിമർശനങ്ങൾ എപ്പോഴും നടത്താറുണ്ടെന്നും അത് പാർട്ടിക്ക് തരത്തിലേക്ക് വരുത്തുന്ന ആളല്ലെന്നും തരത്തിലേക്കുള്ള ചർച്ചകൾ വന്നു. മാത്രമല്ല, മലബാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്ക് ഉറച്ച വോട്ടുകൾ നഷ്ടമായി. അതിന് കാരണക്കാരൻ വെള്ളാപ്പള്ളി നടേശനല്ല, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു വിമർശനവും ഉയർന്നു. പ്രത്യേകിച്ച് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കയർ മേഖല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ മേഖലകളിൽ നിന്ന് പാർട്ടി അകലുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെന്താണെന്ന് കണ്ടെത്തണം. ഇത് കണ്ടെത്തി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടി വലിയ തിരിച്ചടി നേരിടുന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായി. മാത്രമല്ല, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആരിഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെ പരാജയം ഉറപ്പിച്ചു എന്നൊരു വലിയ വിമർശനവും സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാഞ്ഞത്. അല്ലാത്ത പക്ഷം ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുമെന്നായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു വിമർശനം. ആലപ്പുഴയിൽ മത്സരിക്കേണ്ടിയിരുന്നത് തോമസ് ഐസക്കായിരുന്നു. പക്ഷേ അത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് സംസ്ഥാന നേതൃത്വം അറിയിക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരുന്നു. മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത് G. സുധാകരനെ പേരെടുത്ത് വിമർശിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി G. സുധാകരനുമായി സംബന്ധിച്ച് ആലപ്പുഴയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. H. സലാം പോലും പലപ്പോഴും തുറന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ എന്നാൽ ഈ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ആരും തന്നെ G. സുധാകരന്റെ പേരെടുത്ത് വിമർശിച്ചില്ല. പക്ഷേ മുതിർന്ന നേതാക്കൾക്ക് നാക്കുപിഴ ഉണ്ടാവാൻ പാടില്ല എന്നും ഈ നാക്കുപിഴയിൽ നിന്ന് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഒഴിവാക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നുള്ളൊരു വിമർശനമുണ്ടായി. എന്നിരുന്നാലും G. സുധാകരന്റെ പേരെടുത്ത് ആരും തന്നെ വിമർശിക്കാഞ്ഞതും ശ്രദ്ധേയമാണ്. വീണ, മനീഷ്, ഇതിലിപ്പോൾ ഈ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയരുമ്പോൾ നമുക്കറിയാം ഈ AM ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തന്നെ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം നേരിടുമെന്ന് ഉറപ്പായിരുന്ന കാര്യം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രിക്കെതിരെ പോലും വിമർശനം ഉയരുമ്പോൾ CPM ഇനി എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു പരിഹാര മാർഗം ഈ പ്രശ്നങ്ങൾക്കൊക്കെ CPM നേടുക ഇനി? വീണ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിലയിരുത്തൽ എന്നുള്ളത് തൊഴിലാളികളിൽ നിന്ന് പാർട്ടി അകന്നു എന്നുള്ളതാണ്. അടിസ്ഥാന വർഗത്തിന്റെ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമായി എന്നുള്ളതാണ് ജില്ലാ സമ്മേളനത്തിലടക്കം വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഹരിപ്പാടും കായംകുളത്തും പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. ഈ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സുപ്രധാന കാരണം പാർട്ടിയിലുണ്ടായ വിഭാഗീയതയാണ് എന്നുള്ളതാണ് യോഗം ചർച്ച ചെയ്തത്. ഇതിൽ പലപ്പോഴും ജില്ലാ സെക്രട്ടറിക്ക് അടക്കം കായംകുളത്തെ അടക്കമുള്ള വിഭാഗീയത നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിഞ്ഞില്ല എന്നൊരു വിമർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രഥമഘട്ടത്തിൽ പരിഗണിക്കുക എന്നുള്ളത് ഈ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും തൊഴിലാളികളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. തീർച്ചയായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കയർ മേഖല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖല എല്ലാം തന്നെ പാർട്ടിക്ക്
കാലാകാലങ്ങളായി മികച്ച പിന്തുണ നൽകിയിരുന്ന വിഭാഗങ്ങളാണ്. പക്ഷേ ഈ പ്രാവശ്യം അവിടെ നിന്നെല്ലാം തന്നെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പ്രധാനമായും പാർട്ടി പഠിക്കുന്നത്. ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ, തൊഴിലാളികളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത വരുത്താനുള്ള നടപടികളായിരിക്കും ആദ്യഘട്ടത്തിൽ എടുക്കുക. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ വിഭാഗ്യത, ആലപ്പുഴയിൽ കുറച്ചേറെ നാളുകളായി തുടരുന്ന പാർട്ടിയിലെ പലയിടങ്ങളിലുള്ള വിഭാഗ്യത പരിഹരിച്ച് ഒരു ഒത്തൊരുമ കൊണ്ടുവരാൻ കൂടിയാണ് നിലവിൽ ഈ ഒരു ജില്ലാ സമ്മേളനത്തിന് ശേഷമുള്ള തീരുമാനങ്ങളിൽ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പല രീതിയിൽ വിമർശനം, ജില്ലാ കമ്മിറ്റികളിൽ പലപ്പോഴും വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണമോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? വീണ, ഈ ഘട്ടങ്ങളിൽ പലയിടത്തെയും ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ ഇനിയും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പക്ഷേ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം വേട്ടയാടുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ള കാര്യത്തിൽ. പക്ഷേ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഈ ആലപ്പുഴയിലടക്കം പ്രധാനമായും ഉയർന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചാണ്. ഈ ശൈലി കൊണ്ട് മാത്രം ജനങ്ങളിൽ നിന്ന് പാർട്ടി അകലുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്ന തരത്തിലേക്കുള്ള ശൈലികളല്ല പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. ഈ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ വിമർശനം ഉയരുമ്പോഴും ഇനി ഇതിനൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. എന്നാലും പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിമർശനങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തന്നെയായാലും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും മുമ്പോട്ട് വെക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു ശൈലി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയും തിരുത്തൽ നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, മനീഷ് ആയിഷ മാത്യു ആണ് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേർന്നത്.